ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നു. എനിക്ക് അവിടെ നിന്ന് കിട്ടേണ്ടുന്ന റെസ്പോൺസ് എങ്ങനെ ആയിരിക്കണമെന്ന് ധാരണയില്ലാത്ത ഒരു വ്യക്തി പോകുമ്പോൾ അവൻ വീണ് കുമ്പിട്ട് അവിടെ നിൽക്കും. പക്ഷേ ഇതെൻ്റെ അവകാശമാണ് എന്ന് ആ ധാരണയോടുകൂടെ പോകുന്നവൻ അവിടെ വീണ് കുമ്പിടേണ്ട ആവശ്യമില്ല. കാരണം അത് എൻ്റെ അവകാശമാണ്. അപ്പോൾ ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു പൗരന് കിട്ടേണ്ടുന്ന അവകാശങ്ങളെക്കുറിച്ചും മറ്റുള്ള നേട്ടങ്ങളെക്കുറിച്ചും ഒരു ശരിക്കുമുള്ളൊരു അവയർനെസ് ഇന്ന് ഇല്ലാതെ പോകുന്നതാണ് കറപ്ഷൻ നിലനിൽക്കാനായിട്ടുള്ള ഒരു വേദി അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആൾക്കാർ അവെയർ ആകണം. അപ്പോൾ നമ്മൾ ആരെയും വന്ന് വീട്ടിൽ വന്നാലും ഇതിനെക്കുറിച്ച് ട്യൂഷനൊന്നും എടുത്ത് തരത്തില്ല. അപ്പം ഞാനും തന്നെ മനസ്സിലാക്കണം, ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏത് രീതിയിലുള്ള സമീപനമാണ് ഒരു ഇന്ത്യൻ പൗരന് കിട്ടേണ്ടത്, ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ പ്രിവിലേജാണുള്ളത്, ഒന്നും അറിഞ്ഞുകൂടാതെ പോകുന്ന ആളിനെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവാം ഇവനെ ഒന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവൻ്റെ നിന്ന് കുറച്ച് കാശ് തട്ടാം, അല്ലെങ്കിൽ ഇവനെ കുറച്ചൊന്ന് നടത്തിക്കാം എന്ന് ആ ആൾക്ക് തോന്നുന്നതിന് കാരണം എന്താ? ഇവനൊന്നും അറിഞ്ഞുകൂടാന്നത് മനസ്സിലാവുന്നതുകൊണ്ട്. അപ്പോൾ ബേസിക്കലി വേണ്ടത് ഈ ഒരു അവയർനെസ് ഓരോ വ്യക്തിക്കും ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ അവയർനെസിന്റെ അപ്പുറത്തേക്കും നമ്മുടെ രാജ്യത്ത് ഈ ഒരു കറപ്ഷൻ പിടിമുറുക്കാനുണ്ടായുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുത്തക മുതലാളികൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന അവരുടെ ഒരു സംരക്ഷണ വലയത്തേക്ക് അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ ഒരു ഗവർണൻസ് എന്ന് പറയുന്നത് മാറ്റപ്പെടുന്നത് കൊണ്ട് തന്നെ അല്ലേ? അതിന് ഉത്തരവാദി നമ്മൾ അവരെ മാത്രം പറഞ്ഞാൽ മതിയോ? നമ്മുടെ പിടിപ്പുകേടുമില്ലേ? ഈ രാജ്യത്തിൻ്റെ കെട്ടുപിടിക്ക് ഞാനും ഒരു നാഴികക്കല്ലാണ്, ഞാനും ഭാഗമാണ് എന്നുള്ള റിയലൈസേഷനിലേക്ക് ഓരോ വ്യക്തികളും മാറുമ്പോഴേ ഈ പറഞ്ഞ കാര്യങ്ങളിനകത്ത് മാറ്റം വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയിൽ ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കഴിയും. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടെ, അച്ഛന് പേഴ്സണലി ഫാദറിന് ഏത് രാഷ്ട്രീയമാണ്? എനിക്കിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയോട് ഒരു ചായവും ഇല്ല. ഞാൻ ജനിച്ച് വളർന്നപ്പോൾ അന്നുണ്ടായിരുന്ന എൻ്റെ പപ്പയുടെയും അമ്മയുടെയൊക്കെ ഒരു ഇതെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ചായ്വായിരുന്നു. അങ്ങനെയാണല്ലോ ക്രിസ്ത്യാനികളുടെ ഒരു ചായ്വ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിനോട്, അന്നത്തെ കോൺഗ്രസ് കാൻഡിഡേറ്റ്സിനോടൊക്കെ എനിക്കൊരു മമതയുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ കോളേജിലൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു SFIയുടെയൊക്കെ ഒരു ചായ്വ് എൻ്റെ ഒരു ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇച്ചിരി വകതിരിവ് വന്നപ്പോഴത്തേക്ക് ഇതൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ ഇപ്പം ഞാൻ ഒരു പാർട്ടിയുമായിട്ടും എൻ്റെ മനസ്സിനകത്ത് ഒരു അനുഭവം വെച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റാണ്, ഓക്കെ. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, ഓക്കെ. ആ ഒരു ഓക്കെയിലേക്ക് എൻ്റെ കാര്യം മാറി. കാരണം ഒരു പാർട്ടിയുമായിട്ട് എനിക്കിപ്പോൾ ചായവില്ല. നാളെ വന്നുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി എനിക്കറിയത്തില്ല. ഇപ്പം ഇല്ല എന്തായാലും. ഇതേ മനോഭാവം തന്നെയല്ലേ ഇവിടുത്തെ പല ജനങ്ങൾക്കും ഉള്ളത്? അതെ, ഞാൻ ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് ഞാനിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ പാർട്ടികൾക്ക് ബദലായിട്ട് മറ്റൊരു സംവിധാനം ഞാൻ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു.